നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുവൈറ്റിൽ നിന്നും ഒരു വാർത്ത പുറത്തുവന്നത്. അതായത് സ്വദേശികളെക്കാൾ വിദേശികളുടെ എണ്ണമാണ് കുവൈറ്റിൽ കൂടുതലെന്നത്. എന്നാൽ ഇതിനെ ചെറുക്കാൻ വേണ്ടി സ്വദേശിവൽക്കരണം കടുപ്പിക്കുന്ന കാഴ്ചയും നാം കണ്ടതാണ്. എന്നാൽ സ്വദേശിവൽക്കരണത്തിൽ നിന്നും ഒതുങ്ങില്ല എന്ന് വ്യക്തമായതോടെ മറ്റൊരു നിർണായക നീക്കത്തിലേക്ക് കുവൈറ്റ് കടക്കുന്നു. കുവൈറ്റ് സർക്കാർ പുതിയ തീരുമാനത്തിന് തയ്യാറെടുക്കുകയാണ്. ഫീസ് ഇനത്തിൽ കാര്യമായ മാറ്റം വരുത്താനാണ് ഈ നീക്കം. സ്വദേശികൾക്കും വിദേശികൾക്കും സർക്കാർ സേവനങ്ങളിൽ വ്യത്യസ്തമായ നിരക്ക് ഈടാക്കുമെന്നും വിദേശികളുടെ നിരക്ക് കൂട്ടുമെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കുവൈറ്റിലെ ജനസംഖ്യയിൽ പുതിയതിലധികം വിദേശികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിദേശികൾക്കുള്ള സർവീസിന് ഫീസ് കൂടുതൽ ഈടാക്കിയാൽ വരുമാനം വർദ്ധിപ്പിക്കാമെന്നും സർക്കാർ കണക്ക് കൂട്ടുന്നുവത്രേ. ഇതുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലെ പ്രാദേശിക മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. സർക്കാർ സേവനങ്ങൾക്ക് വേണ്ടി വരുന്ന ഫീസാണ് ഉയർത്താൻ പോകുന്നത്. വിദേശികളിൽ നിന്ന് ഉയർന്ന ഫീസ് വാങ്ങും. സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ സർക്കാർ സേവനങ്ങൾക്കും ഫീസിൽ മാറ്റമുണ്ടാകും. കുവൈറ്റ് ഭരണകൂടം നടപ്പാക്കി വരുന്ന ധനനയവുമായി ബന്ധപ്പെട്ടാണ് ഈ പുതിയ മാറ്റങ്ങൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. ബജറ്റ് അസന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുമുണ്ട്. വരുമാനം കൂട്ടുകയാണ് ഇതിനുള്ള പോംവഴി. ബജറ്റ് കമ്മി കുറയ്ക്കണമെന്ന് നേരത്തെ സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിച്ചിരുന്നു. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ തീരുമാനം വരാൻ പോകുന്നത്. സർക്കാർ നൽകുന്ന ഓരോ സേവനങ്ങളും അവയ്ക്ക് ഈടാക്കുന്ന ഫീസ് നിരക്കും സംബന്ധിച്ച് വിശദമായ പട്ടിക ഉടൻ പുറത്തുവിടും. കുവൈറ്റിലെ ജനസംഖ്യ 46 ലക്ഷത്തോളമാണ്. ഇതിൽ 69% വിദേശികളാണ് എന്നാണ് കണക്ക്. സ്വദേശികൾ നൽകുന്ന ഫീസ് ഇനത്തിൽ ആനുകൂല്യം നിലവിൽ വിദേശികൾക്കും ലഭിക്കുന്നു എന്ന വിമർശനം ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മാറ്റം വരുന്നത്. വിദേശികൾക്ക് രാജ്യത്ത് സ്വാധീനം കുറയ്ക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടിരുന്നു. വിദേശികൾക്ക് ജോലി കിട്ടാൻ സാധ്യമാകുന്ന മേഖലകളിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. രാജ്യത്ത് കോവിഡ് വ്യാപിച്ച വേളയിൽ വിദേശികൾക്കെതിരെ ആക്ഷേപം ഉയർന്നിരുന്നു. രോഗവ്യാപനത്തിന് കാരണം വിദേശികളാണെന്നായിരുന്നു വിമർശനം. ഗൾഫിലെ പല രാജ്യങ്ങളും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. സൗദി അറേബ്യ സ്വദേശിവൽക്കരണം ശക്തമാക്കിയിട്ട് വർഷങ്ങളേറെയായി. സ്വദേശികൾക്കിടയിൽ തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദിയുടെ നടപടികൾ. സമാനമായ നടപടികൾ തന്നെയാണ് കുവൈറ്റും സ്വീകരിച്ചു പോരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.